ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് തേങ്ങാക്കൊത്തെല്ലാം ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റിൽ കടലയൊന്ന് വരട്ടിയെടുക്കാം. ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിതിനായിട്ട് 1 കപ്പ് കടല എടുത്ത് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് ആദ്യം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കടല കുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കടലയിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ ലോ ഫ്ലെയിമിലും വരുത്തി കടല നന്നായി തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കടല വരട്ടിയെടുക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. കടല വരട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ തേങ്ങാക്കൊത്ത് മസ്റ്റായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കണം. തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തെല്ലാം ഇപ്പോൾ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 15ഓളം വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെളുത്തുള്ളി എല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള എല്ലാം കളർന്ന് മാറി വരുന്നവരെ നന്നായി തന്നെ വഴറ്റിയെടുക്കണം. ഇതിലോട്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. കടലയിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി സവാളയെല്ലാം കളർ മാറി ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അല്പം വേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാണ്. പൊടികളുടെ റോസ് സ്മെല്ലെല്ലാം ഒന്ന് മാറി വരണം. ഇതെല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച കടല ചേർത്ത് കൊടുക്കാം. കടലയിലുള്ള വെള്ളവും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഇനി ഇതിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു കടല വരട്ടിയത് നമുക്ക് ചോറിൻ്റെ കൂടെയും ഈവനിങ് സ്നാക്കായിട്ട് ചായയുടെ കൂടെ കഴിക്കാനെല്ലാം നല്ലൊരു ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പൊട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. നന്നായി തന്നെ കടലയിലുള്ള വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കടല വരട്ടിയതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പം നല്ല ഡ്രൈ ആയി വന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയുടെ ഫ്ലേവറും കൂടെ ആകുമ്പോഴേക്കും ഈ കടല വരട്ടിയതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ചോറിൻ്റെ കൂടെയും പൊട്ടിൻ്റെ കൂടെയും എല്ലാം ചേർത്ത് കഴിക്കുമ്പോൾ മസാലയെല്ലാം കടലയിൽ നന്നായി പിടിച്ചിരിക്കുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.